ഹലോ! കൊല്ലം ഫെസ്റ്റിന് പോയാലോ? അപ്പം നമ്മൾ നാട്ടിൽ വന്നപ്പം കൊല്ലം ഫെസ്റ്റ് കാണാൻ പോയായിരുന്നു. അപ്പം നമ്മൾ പോയത് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു ട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ ചെന്നപ്പോൾ തന്നെ കണ്ടത് ഈ അപ്രത്യക്ഷമാകുന്ന വെള്ളച്ചാട്ടമായിരുന്നു. അപ്പോൾ ഡിഫറന്റ് കളേഴ്സിൽ ഇങ്ങനെ നല്ല ഭംഗിയായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരുപാട് പേര് അവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് നിന്ന് പോവും. പിന്നെ കുറച്ച് ടൈം ഗ്യാപ്പിന് ശേഷം വീണ്ടും അവരിങ്ങനെ ഇടുമായിരുന്നു. പിന്നീട് നമ്മൾ ഉള്ളിലേക്ക് പോയപ്പോഴത്തേക്കിനും ദാണ്ട് ഇതുപോലെ ഒരുപാട് ഐറ്റംസ് ആണ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഇരുന്ന് ആൾക്കാരൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, ഈ മത്സ്യകന്യകയുടെ അടിപൊളിയായിരുന്നു കേട്ടോ. കുറേ ടൈം നമ്മളിങ്ങനെ മത്സ്യകന്യകനെ നോക്കിക്കൊണ്ട് അവിടെ നിന്നു. ആൾക്കാരൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയൊക്കെ. അപ്പോൾ നമ്മൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത് 11 മുതൽ 9 PM വരെയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഒക്ടോബർ 15 വരെയാണെന്നാണ് ഞാൻ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പം നിങ്ങൾ താല്പര്യമുണ്ടെങ്കിലൊക്കെ ഒന്ന് പോയി നോക്കുക. പിന്നീട് നമ്മുടെ വേറൊരു മത്സ്യകന്യകയെ കണ്ടായിരുന്നു. ആ മത്സ്യകന്യക ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ചിപ്പിയുടെ ഉള്ളിലായിട്ട്. ആ മത്സ്യകന്യകയുടെ അടുത്ത് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. പൈസ കൊടുത്താൽ മതി കേട്ടോ, 50 റുപ്പീസ്. പിന്നെ നമ്മൾ പക്ഷികളുടെ ഒരു പാർക്ക് പോലൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു അവിടെ. അവിടെ ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റി പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പാമ്പ് ആ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ഒരുപാട് ഷോപ്പിംഗ് കടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളവിടെയൊക്കെ ചെന്നപ്പോൾ ഭയങ്കര റഷായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ലാസ്റ്റ് നമ്മൾ ഫുഡ് കോർട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നമ്മൾ തിരിച്ച് വീണ്ടും വെള്ളച്ചാട്ടത്തിലേക്ക് തന്നെയാണ് പോയത്. കുറച്ച് സമയമൊക്കെ വെള്ളച്ചാട്ടത്തിലൊക്കെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോരുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നിങ്ങൾ കൊല്ലത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് പോയി നോക്കുക. അപ്പോൾ ശരി, വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.